ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മലങ്കര കാത്തലിക് TV സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്തോഷത്തിന്റെ സദ്വാർത്ത പരമ്പരയുടെ 82ാം എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് ഉയർപ്പിന് ശേഷമുള്ള 4ാം ഞായറാഴ്ച. കർത്താവായ യേശുവിന്റെ ഉത്ഥാനം ഒരു വിശ്വാസ സത്യമാണെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന സുവിശേഷ ഭാഗങ്ങൾ. ഉയർപ്പിന് ശേഷമുള്ള ഞായറാഴ്ചകളിൽ കർത്താവായ യേശുവിന്റെ ശൂന്യമായ കല്ലറയും അവിടുന്ന് പലർക്കായി പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതും നാം ചിന്തിച്ചു വരികയായിരുന്നു. ഇന്ന് ഉയർപ്പിന് ശേഷമുള്ള ഈ 4ാം ഞായറാഴ്ച സഭ നമ്മുടെ പരിചിന്തനത്തിനായി തരുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 24ാം അധ്യായം 36 മുതൽ 49 വരെയുള്ള വചനഭാഗമാണ്. കർത്താവായ യേശുവിന്റെ വിവിധങ്ങളായ പ്രത്യക്ഷപ്പെടലുകളിൽ ലൂക്ക അവതരണമനുസരിച്ച് അവസാനത്തെ പ്രത്യക്ഷപ്പെടലാണ് തന്റെ അപ്പസ്തോല ഗണത്തിന് യേശു പ്രത്യക്ഷപ്പെട്ടത്. 24ാം അധ്യായം 36 തിരുവചനം നാം വായിക്കുമ്പോൾ, അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യേ പ്രത്യക്ഷനായി അവരോട് അരുളി ചെയ്തു, നിങ്ങൾക്ക് സമാധാനം. അവർ ഭയന്നു വിറച്ചു. ഇതാണ് ആദ്യത്തെ വാക്യം. ഈ വേദഭാഗം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു ശിഷ്യഗണത്തിന്റെ ചർച്ചാവിഷയത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. അതിന് തൊട്ട് പിമ്പിലുള്ള വേദഭാഗം എമാവുസിലേക്ക് പോയ ശിഷ്യന്മാര് സഹയാത്രികനായി അവരുടെ കൂടെ കൂടിയ യേശു രക്ഷകനാണ് എന്ന്, ഉദ്ധിതനാണ് എന്ന് മനസ്സിലാക്കി അവർ തിരിച്ച് ജെറുസലേമിൽ ചെന്ന് അവിടെ യേശുവിന്റെ രക്ഷാകരമായ ഉയർപ്പിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ അവരുടെ അനുഭവങ്ങൾ പങ്കിടുന്ന ഒരു സന്ദർഭം. യേശു ഉയർത്തു എന്നുള്ള സത്യം, ശൂന്യമായ കല്ലറയിങ്കൽ പോയ സ്ത്രീകളുടെ വിവരണവും അവരുടെ വാക്കനുസരിച്ച് കല്ലറയിൽ പോയി കണ്ട ശിഷ്യന്മാരുടെ വിശ്വാസവും ചർച്ചാവിഷയമായിരുന്നപ്പോൾ എമാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാർക്ക് കിട്ടിയ അനുഭവം അവർ കൂട്ടിവെച്ചു. ഇപ്രകാരം ജെറുസലേമിൽ അവർ യേശുവിന്റെ ഉത്ഥാനത്തെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യേശു വീണ്ടും അവർക്ക് പ്രത്യക്ഷപ്പെടുകയാണ് തന്റെ ശിഷ്യഗണത്തിന്. അവരോട് അരുളി ചെയ്തു, നിങ്ങൾക്ക് സമാധാനം. ഓരോ പ്രത്യക്ഷപ്പെടലിന്റെ അവസരത്തിലും യേശു അവർക്ക് ആശംസിക്കുന്നത് സമാധാനമാണ്. യേശുവിന്റെ പീഡാനുഭവ മരണ സംഭവങ്ങളിലൂടെ ആ സമൂഹത്തിൽ നഷ്ടപ്പെട്ട സമാധാനം യേശു വീണ്ടും ആശംസിച്ച് ഉറപ്പിക്കുകയാണ്. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെടുന്ന യേശുവിന്റെ സാന്നിധ്യം അവരിൽ ഭയമുളവാക്കി എന്ന് സുവിശേഷം രേഖപ്പെടുത്തുന്നു. അവർ ഭയന്ന് വിറച്ചു. ഭൂതത്തെയാണ് അവർ കാണുന്നതെന്ന് ചിന്തിച്ചു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിന് അസ്വസ്ഥരാകുന്നു? നിങ്ങളുടെ മനസ്സിൽ എന്തുകൊണ്ട് ചോദ്യങ്ങൾ ഉയരുന്നു? അവരുടെ അവിശ്വാസത്തെ യേശു ചൂണ്ടിക്കാണിക്കുകയും അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിന് അസ്വസ്ഥരാകുന്നു? ഹൃദയത്തിന്റെ അസ്വസ്ഥത സമാധാനം ഇല്ലായ്മയാണ്. അസ്വസ്ഥമായ ഹൃദയങ്ങളിലാണ് യേശു തന്റെ സമാധാനം ആശംസിക്കുക. എന്റെ കൈകളും കാലുകളും കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുകയും യേശുവിന്റെ ഉയർപ്പ് കൊടുക്കുവാനായി യേശു തന്റെ ക്രൂശിക്കപ്പെട്ട ആണിപ്പഴുതുകളുള്ള കൈകളും കാലുകളും കുത്തിത്തുറക്കപ്പെട്ട പാർശ്വവുമൊക്കെയാണ് ശിഷ്യഗണത്തിന് കാണിക്കുക. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20ാം അധ്യായത്തിൽ നാം കണ്ടതാണ്. തോമാ ശ്ലീഹ
കർത്താവായ യേശുവിന്റെ കൈകളിലെ ആണിപ്പഴുതുകൾ കാണാതെ, അവന്റെ ബുദ്ധി തുറക്കപ്പെട്ട പാർശ്വം കാണാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ യേശു പ്രത്യക്ഷപ്പെട്ടിട്ട് ആ തോമസ് ശ്ലീഹായെ അടുത്ത് വിളിച്ച്, നീ എന്റെ കൈകളും കാലുകളും കാണുക, എന്റെ പാർശ്വം കുത്തി തുറക്കപ്പെട്ടത് കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്ത് വയ്ക്കുക, വിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറയുന്ന വചനഭാഗം. അതിനോട് ചേർന്ന് പോകുന്ന വിശുദ്ധ ലൂക്കായുടെ അവതരണത്തിലെ ഒരു വേദഭാഗമാണിത്. യേശു പറയുകയാണ്, എന്റെ കൈകളും കാലുകളും കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുവിൻ, എന്നെ സ്പർശിച്ചു നോക്കുവിൻ. യേശു തോമസ് ശ്ലീഹായെ വിളിച്ചതുപോലെ ഈ ശിഷ്യന്മാരെ വിളിക്കുകയാണ്, നിങ്ങൾ തൊട്ട് അനുഭവിക്കുക, അറിയുക, എന്നെ നിങ്ങൾ സ്പർശിച്ചു നോക്കുവിൻ. എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥികളും ഭൂതത്തിനില്ലല്ലോ. യേശുവിന്റെ ഉദ്ധാനം കേവലം ഒരു ആത്മാവിന്റെ മാത്രം ഒരു വിടുതലല്ല, ആത്മാവും ശരീരത്തോടും കൂടിയുള്ള യേശുവിന്റെ ഉയർപ്പ്. അതുകൊണ്ടാണ് കർത്താവിന്റെ മൃതശരീരം കല്ലറയിൽ അവശേഷിക്കുന്നില്ല, യേശു ശരീരത്തോടു കൂടി ഉദ്ധാനം ചെയ്തു എന്ന് സഭ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഭൂതത്തിന് ഇപ്രകാരം ശാരീരികമായ ഒരു അസ്തിത്വമില്ല. ഇപ്രകാരം ശരീരമുണ്ടായിട്ടും അടയ്ക്കപ്പെട്ട മുറികളില് പ്രത്യക്ഷപ്പെടുവാൻ കഴിവുള്ള യേശുവിന്റെ ശക്തി, ദൈവത്തിന് പ്രത്യേകമായ പ്രസൻസ് ആണത്. ഓംനി പ്രസൻസ്, എല്ലായിടത്തും ഏത് സമയത്തും പ്രത്യക്ഷപ്പെടുവാനുള്ള ദൈവികമായ ശക്തി. അതുകൊണ്ടാണ് യേശു പറയുക, ഭൂതത്തിനുള്ളതുപോലെ ശരീരവും മാംസവും അസ്ഥികളും എനിക്ക് ഇല്ല. എന്നിട്ടും അവർ സന്തോഷ ആധിക്യത്താൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തു എന്ന് സുവിശേഷം രേഖപ്പെടുത്തുന്നു. സമ്മിശ്രമായ വികാരങ്ങള് ശിഷ്യന്മാർക്കുണ്ട്. അവർ സന്തോഷ ആധിക്യത്തിൽ ആയിത്തീർന്നു. ഉദ്ധിതനായ യേശുവിന്റെ സാന്നിധ്യം അവർക്ക് സന്തോഷം പകർന്നു. പക്ഷേ അവർ അവിശ്വസിച്ചു. അവർ സന്തോഷാധിക്യത്താൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തപ്പോൾ അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഇവിടെ ഭക്ഷിക്കുവാൻ എന്തെങ്കിലും ഉണ്ടോ? സന്തോഷം കൊണ്ട് അവിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിരോധാഭാസമായി തോന്നുന്നു. അവർ സംഖ്യയായി സന്തോഷിച്ചു, യേശുവിൽ വിശ്വസിച്ചു എന്ന് പറയുന്നതിന് പകരം അവരുടെ അവിശ്വാസം തുടരുകയാണ്. ഇപ്പോൾ യേശു അവരോട് പറയുകയാണ്, ഇവിടെ ഭക്ഷിക്കുവാൻ വല്ലതുമുണ്ടോ? യേശുവിന്റെ സാന്നിധ്യം, ജനങ്ങളുമായുള്ള ശിഷ്യന്മാരുമായുള്ള സാന്നിധ്യം പലപ്പോഴും ഒരു ഭക്ഷണം പങ്കിടലിന്റെ ഒരു സാഹചര്യം ഒരുക്കുന്നുണ്ട്. വചനം പ്രസംഗിക്കുന്ന യേശു വിശന്നു വരുന്ന മനുഷ്യരെ കണ്ട് മനസ്സലിഞ്ഞ് അത്ഭുതം പ്രവർത്തിച്ച് അവരെ തീറ്റിപ്പോറ്റുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അത്ഭുതകരമായ മത്സ്യബന്ധനത്തിന്റെ സാഹചര്യത്തിൽ അപ്പസ്തോലന്മാര് മത്സ്യവുമായി പ്രഭാതത്തിൽ കരയ്ക്കടുക്കുമ്പോൾ അവർക്ക് വേണ്ടി ഒരുക്കുന്ന യേശുവിനെ നാം കാണുന്നുണ്ട്. യേശു എപ്പോഴും അവരോട് ചേർന്ന് ഭക്ഷണം കൊടുക്കുകയും കഴിക്കുകയും ചെയ്യുന്ന വ്യക്തിയായി മാറുന്നു. ഇവിടെ മത്സ്യബന്ധനത്തില് മുഖ്യരായിരുന്ന അവരുടെ പ്രധാന ഭക്ഷണമായ മത്സ്യം യേശു അവർ കൊടുക്കുകയാണ്. ഒരു കഷ്ണം വറുത്ത മീൻ അവന് കൊടുത്തു. അവൻ അതെടുത്ത് അവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷിച്ചു എന്ന് സുവിശേഷം രേഖപ്പെടുത്തുന്നു. ഉദ്ധിതനായ യേശു ബാക്കി മാനുഷികമായ രീതിയിൽ ഇപ്രകാരം ഭക്ഷണം കഴിക്കുന്നു. അതും കർത്താവിന്റെ ശരീരത്തോടുള്ള ഉയർപ്പിനെ കൃത്യമായി സൂചിപ്പിക്കുന്ന ഒന്നാണ്. തുടർന്ന് വരുന്ന ഭാഗത്ത് നാം ഇപ്രകാരം വായിക്കുന്നു, യേശു അവരോട് പറയുകയാണ്, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും തന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരുന്നതെല്ലാം പൂർത്തിയാകേണ്ടതിനാണ് ഇതെല്ലാം സംഭവിച്ചത്. അതങ്ങനെ പൂർത്തിയാവും എന്ന് യേശു തന്റെ ശിഷ്യന്മാരോടൊപ്പം ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. യേശുവിനെ കുറിച്ചുള്ള പ്രവചന ഭാഗങ്ങൾ തന്നിൽ അന്വർത്ഥമാകുമെന്ന് യേശു തന്റെ ശിഷ്യന്മാരോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ വേദഭാഗങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്
യേശു അവരോട് ആ വേദഭാഗം മനസ്സിലാക്കാൻ തക്കവണ്ണം അവരുടെ ഹൃദയം, അവരുടെ മനസ്സ് അവൻ തുറന്നു എന്ന് സുവിശേഷം പറയുന്നു. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു, ഹൃദയം മന്ദീഭവിച്ചിരുന്നു, മുഖം മ്ലാനമായ അവസ്ഥയിലായിരുന്നു. കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് അവരുടെ ആന്തരിക കണ്ണുകൾ തുറക്കപ്പെടുന്നതായിട്ടും അവർ സന്തോഷമുള്ളവരായി മാറുന്നതായിട്ടും വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ഹൃദയം ജ്വലിക്കുന്നതായിട്ടുമൊക്കെ ഈ സുവിശേഷത്തിൽ ഈ കഴിഞ്ഞ ഭാഗത്ത് നാം കാണുകയുണ്ടായി. എമ്മാവൂസ് സംഭവത്തിൽ ഇപ്രകാരം തന്റെ ശിഷ്യന്മാർക്ക് യേശു തന്നെ-കുറിച്ചുള്ള പ്രവചന ഭാഗങ്ങൾ പരാമർശിച്ചുകൊണ്ട് അത് മനസ്സിലാക്കത്തക്കവണ്ണം അവരുടെ ഹൃദയം അവൻ തുറന്നു, അവരുടെ മനസ്സവൻ തുറന്നു എന്ന് സുവിശേഷം രേഖപ്പെടുത്തുകയാണ്. അവൻ പറഞ്ഞു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു സഹിക്കുകയും 3-ാം ദിവസം മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. കർത്താവിന്റെ മരണത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചുമുള്ള പ്രവചനങ്ങള് സമാന്തര സുവിശേഷങ്ങളിൽ നാം വളരെ കൃത്യമായി കാണുന്നുണ്ട്. ആ പ്രവചന ഭാഗം ഒരിക്കൽ കൂടി എടുത്ത് യേശു പറയുകയാണ്. അങ്ങനെ ആയിരിക്കണമെന്നുള്ള പ്രവചനം യേശുവിൽ അന്വർത്ഥമായിരിക്കുന്നു എന്ന്. താൻ ബുദ്ധിതനാണ്, ആ പ്രവചനങ്ങളെല്ലാം ഇവിടെ യാഥാർത്ഥ്യവൽക്കരിച്ചിരിക്കുന്നു എന്ന് യേശു പറയുകയാണ്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം 47-ാം തിരുവചനത്തിൽ പറയുന്നു, പാപമോചനത്തിനുള്ള അനുതാപം അവന്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. കർത്താവിന്റെ ഉയർപ്പിന് ശേഷം ഇനി എന്ത്? യേശുവിന്റെ ഈ ലോകത്തിലെ ദൗത്യം തുടരുവാൻ സഭയെ അവിടുന്ന് വരവേൽപ്പിച്ചു. അപ്പസ്തലന്മാരെ അവിടുന്ന് തിരഞ്ഞെടുത്തു, ശിഷ്യൻ ഗണത്തെ അവിടുന്ന് ഒരുക്കി. അവരിലൂടെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കപ്പെടണം. ദൈവരാജ്യം പ്രഘോഷിക്കപ്പെടേണ്ട ഒന്നാണ്. അങ്ങനെ പ്രഘോഷിക്കപ്പെടണം എന്നുള്ള ദൈവിക നിയമം ഇവിടെ അന്വർത്ഥമാകുന്നു എന്ന് യേശു പരാമർശിക്കുകയാണ്. എന്നിട്ട് അവരോട് പറയുകയാണ്, നിങ്ങളിതിലെല്ലാം സാക്ഷികളാണ്. സാക്ഷ്യത്തിൽ സാക്ഷികളായി മാറിയവർക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ കർത്താവിന്റെ വലിയ സുവിശേഷം പ്രസംഗിക്കുവാനുള്ള ആധികാരികത ലഭിക്കുകയുള്ളൂ. സാക്ഷികൾക്ക് മാത്രമേ യേശുവിനെ ഏറ്റുപറയുവാൻ പറ്റുകയുള്ളൂ. ഇവിടെ വിശുദ്ധ യോഹന്നാൻ എഴുതിയ ലേഖനം, 1-ാം ലേഖനം 1-ാം അധ്യായം 1 മുതലുള്ള തിരുവചനത്തിൽ നാം പ്രത്യേകമായിട്ട് വായിക്കുന്നുണ്ട്. അവിടുന്ന് പറയുകയാണ്, ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ കണ്ടതും ഞങ്ങൾ സൂക്ഷിച്ചു വീക്ഷിച്ചതും സ്വന്തം കൈകൊണ്ട് സ്പർശിച്ചതുമായ യേശുവിനെ ഞങ്ങൾ പ്രഘോഷിക്കുന്നു. അവരുടെ ക്രിസ്തു അനുഭവത്തിന്റെ വിവിധ തലങ്ങൾ അവർ പറയുകയാണ്. അപ്പോസ്തലന്മാരുടെ ഈ അനുഭവം കർത്താവിന്റെ നിലനിൽപ്പ് ആദ്യം മുതലുള്ളതാണെന്നും അവർ കേട്ട കാര്യങ്ങളാണെന്നും അവർ കണ്ട കാര്യങ്ങളാണെന്നും അവർ സൂക്ഷിച്ച് വീക്ഷിച്ചതാണെന്നും കൈകൊണ്ട് സ്പർശിച്ചതാണെന്നും അങ്ങനെയുള്ള ഒരു ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് എന്ന് പറയുമ്പോൾ അപ്പോസ്തലന്മാരുടെ പ്രഘോഷണത്തിന്റെ ആധികാരികത അവിടെ വരച്ചു കാണിക്കുകയാണ്. ഇവിടെ പറയുന്നു, നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. അങ്ങനെ സാക്ഷികളായി തീർന്ന അപ്പോസ്തലന്മാർക്ക് മാത്രമേ കർത്താവിനെ പ്രഘോഷിക്കുവാനുള്ള ആധികാരികതയുള്ളൂ. അപ്പോസ്തലന്മാരിൽ ഒരാളായ യൂദാസ് യേശുവിനെ ഒറ്റി ആ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞപ്പോൾ അപ്പോസ്തല ഗണത്തിൽ ഒരാളെ തിരഞ്ഞെടുക്കുവാൻ ഉള്ള ഒരു മാനദണ്ഡമായി വെച്ചത് കർത്താവിന്റെ രക്ഷാകരമായ സംഭവങ്ങളുടെ സാക്ഷിയായിരിക്കണം അദ്ദേഹം. അങ്ങനെയാണ് മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്നത്. ക്രിസ്തു അനുഭവത്തിലൂടെ കടന്നു പോകണം, ക്രിസ്തു സംഭവങ്ങൾക്ക് സാക്ഷിയായിരിക്കണം. ഇവിടെ പറയുകയാണ്, നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. എന്നിട്ട് ഇത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടുള്ള ഒരു ദൗത്യമാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ഇതാ എന്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നവർക്ക് മാത്രമേ കർത്താവ് യേശു കർത്താവാണ് എന്ന് ഏറ്റുപറയാൻ സാധിക്കുകയുള്ളൂ. ഒരാളുടെ അധരങ്ങൾ കൊണ്ട് യേശുവിനെ ഏറ്റുപറയുന്നതിനും ഹൃദയത്തിൽ അവൻ വിശ്വസിക്കുന്നതിനും അർഹത ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മ ദാനം അവന്മേലുണ്ടാകണം. ഇവിടെ യേശു
അവർക്ക് ദൈവ അരൂപിയെ, പിതാവിന്റെ വാഗ്ദാനമായ പറക്കലീത്തായെ, സഹായകനെ, പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുകയാണ്. ഞാൻ അവനെ നിങ്ങളുടെ മേൽ അയക്കും എന്ന്. അപ്പസ്തോല നടപടി 2-ാം അധ്യായത്തിൽ പെന്തിക്കോസ്തിയെ കുറിച്ചുള്ള വിവരണം നാം കാണുന്നുണ്ട്. ലൂക്കാ സുവിശേഷകൻ തന്നെ എഴുതിയ തന്റെ 2-ാം വാല്യം എന്ന പേരിൽ അറിയപ്പെടുന്ന അപ്പസ്തോല നടപടിയിൽ ഈ സുവിശേഷം പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം അന്വർത്ഥമാകുന്നതായിട്ട് നാം കാണുന്നു. പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കും എന്നുള്ള വാഗ്ദാനം അവിടെ അന്വർത്ഥമാകുന്നു. ലൂക്കായുടെ അവതരണം അനുസരിച്ച് ഈ പെന്തിക്കോസ്തിക്ക് 50 ദിവസത്തെ കാത്തിരിപ്പിന്റെ സമയം വേണം. ഉന്നതത്തിൽ നിന്നും ശക്തി ലഭിക്ക് സ്വീകരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ നിങ്ങൾ വസിക്കുവിൻ, ഈ നഗരം വിട്ടുപോകരുത്, ജെറുസലേമിൽ തന്നെ നിങ്ങൾ വസിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരെ കർത്താവ് പരിശുദ്ധാത്മ വരദാനങ്ങൾക്കായി, സ്വീകരണത്തിനായി ഒരുക്കുകയാണ്. ഈ സുവിശേഷം അവസാനിക്കുന്നിടത്ത് നാം വായിക്കുന്നുണ്ട്, അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി, ജെറുസലേം ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. അങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് പരിശുദ്ധാത്മാവ് അഗ്നിയുടെ നാവ് രൂപത്തിൽ ഇറങ്ങി വരുന്നത്. ദൈവാരൂപിയെ വാഗ്ദാനം ചെയ്യുന്ന ഉചിതനായ യേശു, പിതാവിന്റെ വാഗ്ദാനം അവരുടെ മേൽ വീണ്ടും അയക്കുന്ന യേശു, അവർ അത് സ്വീകരിക്കുന്നത് വരെ ഒരുങ്ങി അവർ നഗരം വിട്ടു പോകാതെ ജെറുസലേം ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹം. അതിന്റെ യാഥാർത്ഥ്യവൽക്കരണമാണ് അപ്പസ്തോല നടപടി 2-ാം അധ്യായത്തിൽ നാം കാണുക. വിശുദ്ധ യോഹന്നാന്റെ അവതരണം അനുസരിച്ച് പരിശുദ്ധാത്മ യുഗം കർത്താവിന്റെ കുരിശിലെ ആത്മസമർപ്പണത്തിലൂടെ ആരംഭിക്കുന്നു. അന്ന് തന്നെ യേശു പ്രത്യക്ഷപ്പെടുമ്പോൾ അപ്പസ്തോലന്മാരുടെ ശിരസിൽ ഊതിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നു. ലൂക്കായുടെ അവതരണത്തില് ഈ പെന്തിക്കോസ്തിക്ക് ഒരു കാലതാമസമുണ്ട്. പക്ഷെ രണ്ടിടത്തും കാണുന്ന ഒരു സാമ്യം, പരിശുദ്ധാത്മാവിന്റെ വരദാനം പ്രഘോഷണത്തിന് ആവശ്യമാണ്, സുവിശേഷ പ്രഘോഷണത്തിന് ആവശ്യമാണ്. പരിശുദ്ധാത്മ സ്വീകരണം പാപമോചനത്തിന്റെ വലിയ ദൗത്യവുമായി ചേർത്ത് വയ്ക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തില് 19 മുതലുള്ള തിരുവചന ഭാഗത്ത് നാം വായിക്കുന്നുണ്ട്. അവിടെ 22-23 വാക്യങ്ങളിലൊക്കെ കർത്താവായ യേശു പറയുന്നുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക, നിങ്ങളുടെ ആരുടെ പാപം മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപം ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. പാപമോചനവും പ്രഘോഷണവും സുവിശേഷ പ്രഘോഷണവും തമ്മിൽ ബന്ധമുണ്ട്. ഈ പ്രേക്ഷിത വേലയില് അനുതാപത്തിന്റെ വലിയ പ്രഘോഷണം നടക്കണം. മനുഷ്യരുടെ മനസ്സുകള് കർത്താവിന്റെ വലിയ സുവിശേഷം സ്വീകരിക്കുവാൻ തക്കവണ്ണം ഒരുക്കപ്പെടണം. അനുതാപമുള്ള ഹൃദയത്തിലാണ് ദൈവത്തിന്റെ വചനം വസിക്കുക. പ്രകാരം അനുതാപത്തോടുകൂടി അവർ ഒരുങ്ങി കർത്താവിന്റെ ആ വാക്കുകളെ സ്വീകരിച്ചുകൊണ്ട് സുവിശേഷത്തിന്റെ വലിയ വക്താക്കളായി ലോകത്തിൽ പോകണമെന്നുള്ള ആ ദൗത്യം ഫലമേൽപ്പിക്കുന്ന ഭാഗമാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പ്രധാന ചിന്ത. സ്നേഹമുള്ളവരെ, ഉചിതനായ യേശു തന്റെ അപ്പസ്തോലന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ അതിന്റെ അവസാന ഭാഗം തന്റെ ദൗത്യം ഈ ലോകത്തിൽ തുടരുവാനായിട്ട് അത് ജെറുസലേമിൽ ആരംഭിച്ച് ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും എത്തത്തക്കവണ്ണം ഈ സുവിശേഷ പ്രഘോഷണം നടത്തുവാനായിട്ടുള്ള വലിയ ആഹ്വാനം തന്റെ അപ്പസ്തോലന്മാരിലൂടെ യേശു കൊടുക്കുകയാണ്. ഇവിടെ ഇന്ന് ഈ ആധുനിക ലോകത്തിൽ സഭ മറന്നുപോകാതെ അനുവർത്തിക്കേണ്ട ഒരു വലിയ ദൗത്യം ഈ സുവിശേഷ പ്രഘോഷണമാണ്. സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ദൗത്യം, ഒന്ന് സുവിശേഷം പ്രഘോഷിക്കുക, 2 കർത്താവിന്റെ തിരുബലി ആവർത്തിക്കുക, രക്ഷയുടെ ബലി. ഈ സുവിശേഷ പ്രഘോഷണം ശോഷിച്ചു പോയിരിക്കുന്ന ആധുനിക സമൂഹത്തിന് ഇന്നത്തെ വേദഭാഗം നമുക്ക് പ്രത്യേകമായ മാർഗദീപമാണ്. ആ ദൈവത്തിന്റെ വചനം മനസ്സിലാക്കാൻ തക്കവണ്ണം അവിടുന്ന് അവരുടെ ഹൃദയത്തെ, മനസ്സിനെ തുറന്നതുപോലെ നമ്മുടെ മനസ്സുകൾ തുറക്കപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ വലിയ ബലത്തിൽ അവിടുത്തെ സാക്ഷികളായി തീർന്നുകൊണ്ട് അനുതാപത്തിന്റെ സുവിശേഷം ഈ ലോകത്തോട് പ്രഘോഷിക്കുവാനുള്ള സഭയുടെ ദൗത്യവാഹകരായി നമുക്ക് മാറാം. ആ സഭയുടെ വലിയ ദൗത്യത്തില് വൈദികരെന്ന നിലയില്, സമർപ്പിതരെന്ന രീതിയില്, ആത്മായ പ്രേക്ഷിതരെന്ന രീതിയിൽ പങ്കുചേർന്നുകൊണ്ട് ഈ സുവിശേഷ പ്രഘോഷണത്തിന്റെ വലിയ ആഹ്വാനത്തിലേക്ക് നമുക്ക് നമ്മെ തന്നെ ഈ ഉയർപ്പിന് ശേഷം സമർപ്പിക്കാം. നല്ലവനായ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മ വരദാനങ്ങളാൽ
നമ്മളെ നിറയ്ക്കട്ടെ. നമ്മളുടെ ഹൃദയങ്ങൾ ആ വചനത്താൽ ജ്വലിക്കട്ടെ. നാം സാക്ഷ്യപ്പെടുത്തുന്ന യേശുവിനെ ഈ ലോകത്തിലേക്ക് വിതറുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ ശക്തി സ്വീകരിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ദൈവം നമ്മെ ഇവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.